വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും അധികാരത്തിലെത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. നേതാക്കൾക്കിടയിലെ രൂക്ഷമായ അഭിപ്രായ ഭിന്നതകളും ഗ്രൂപ്പിസവും കോൺഗ്രസിന് മൂന്നാം വട്ടവും അധികാരം നഷ്ടമാവുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് 17 അംഗ കോർ കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി അടക്കമുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് കോർ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, K മുരളീധരൻ, MM ഹസൻ, K സുധാകരൻ എന്നിവരെയും കോർ കമ്മിറ്റിയുടെ ഭാഗമാക്കിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരും കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. പാർട്ടിയെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സമിതിയായിട്ടായിരിക്കും കോർ കമ്മിറ്റി പ്രവർത്തിക്കുക. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ ചർച്ചകളിലൂടെ പ്രഖ്യാപിക്കുകയാണ് കോർ കമ്മിറ്റിയുടെ ചുമതല. ആഴ്ചയിൽ ഒരിക്കൽ കോർ കമ്മിറ്റി യോഗം ചേരണമെന്നാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുക എന്നതാണ് ഇതിലൂടെ AICC ലക്ഷ്യമിടുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരുമായുള്ള കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോർ കമ്മിറ്റിയിൽ മുൻ അധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിയത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയായിരിക്കും കോർ കമ്മിറ്റിയുടെ കൺവീനർ. കോർ കമ്മിറ്റിയുടെ ഭാഗമായി ശശി തരൂരിനെ കൂടി ഉൾപ്പെടുത്തിയത് ഹൈക്കമാൻഡിന്റെ പുതിയ നീക്കത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത്. VD സതീശൻ KPCC പുനഃസംഘടനയിൽ അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയതിൽ ഹൈക്കമാൻഡ് നീരസം പ്രകടിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധി നേരിട്ട് കേരളത്തിലെ സംഘടനാ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടതോടെയാണ് പുതിയ സംവിധാനം ഒരുങ്ങിയത്. എല്ലാ തരത്തിലുമുള്ള ഭിന്നതകളും മാറ്റി നിർത്തി കോൺഗ്രസ് പ്രവർത്തകരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായാണ് കോർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ ഇത്തരമൊരു സംവിധാനമില്ലെന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ധാരണയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും എല്ലാ വിഭാഗം നേതാക്കളുമായി കൂട്ടായ ചർച്ചകൾ ഉണ്ടാവണമെന്നും സംസ്ഥാന നേതൃത്വത്തിന് കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എല്ലാ വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കോർ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ KPCC ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്ത് തീരുമാനങ്ങൾ ഉണ്ടാക്കുക ശ്രമകരമാണെന്നതിനാലാണ് ഒരു സ്ഥിരം സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ KC വേണുഗോപാൽ അമിതമായി ഇടപെടുന്നു എന്ന പരാതി തള്ളിയ ഹൈക്കമാൻഡ് KCയെ ഉൾപ്പെടുത്തിയാണ് പുതിയ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്.